ഇത്തരം എന്നല്ലാണ്ട് ഇതിനെന്ത് പേരിട്ട് വിളിക്കേണ്ട ഒരു ന്യൂസ് ഉണ്ടാവും. ഈ പറയുന്ന 31-ാം തീയതി നമ്മുടെ കലൂർ വെച്ചിട്ട് ഇന്ത്യയുടെയും ഹോങ്കോങ്ങിന്റെ കളി നടക്കുന്നത്. ഇന്ത്യയുടെ കളി കാണാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയിലിരിക്കുന്ന ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഇന്ത്യയുടെ കളി ആ സ്റ്റേഡിയത്തിൽ ആ വൈബോടുകൂടി സപ്പോർട്ടും അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കും. ഇന്ത്യൻ ടീമിന്റെ പത്രസമ്മേളനം ഇന്ന് നടത്തിയിട്ട് കോച്ച് ഉൾപ്പെടെ സ്റ്റേഡിയത്തിൽ വന്നിട്ട് അവരെ ഇറക്കി വിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. എടാ എന്ത് കൊണസായ്മ കാണിക്കണമെന്ന് എനിക്ക് നിങ്ങൾ ആലോചിക്കുക. അസോസിയേഷൻ ഇന്ത്യൻ 25 ലക്ഷം രൂപ നമ്മൾ നക്കാൻ കിട്ടിയാൽ മതി. ഇവർ ഈ സ്പോർട്സ് വളർത്താനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവർക്ക് അറിയാൻ പാടില്ല, ഇവർ മരമണ്ടന്മാരാണ്. ഇതുപോലുള്ള നാഷണൽ ടീമുകൾ നമ്മുടെ ഇന്ത്യൻ ടീമാണെങ്കിലും അതുപോലെ വന്ന് ഇത്രയും അവർ നോക്കുമ്പോൾ എന്താ ഭയങ്കര ക്രൗഡ് അല്ലെങ്കിൽ അത്രയും സപ്പോർട്ട് ചെയ്ത് നാളെ അവർ തന്നെ അപ്രോച്ച് ചെയ്ത് ഇത്രയും കാശ് വന്നിട്ടാണെങ്കിൽ ഒരു നാഷണൽ ടീമുകൾ വന്നിട്ട് നമ്മുടെ ചിലപ്പോൾ ഇന്ത്യയുടെ കേരളത്തിലേക്ക് കളിച്ചു വരും. അതിനൊക്കെ നമ്മളൊരു അവസരങ്ങളും അതിനുള്ള കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. അതുപോലും വ്യക്തമായിട്ട് വെളിവില്ലാത്ത ഇതേപോലുള്ള കുറെ പരമാരികൾ നിലവാരം. അല്ലാണ്ട് എന്താ ഇവരെ പേരിട്ട് വിളിക്കേണ്ടത്? എന്ത് പേരിട്ട് വിളിക്കട്ടെ നിങ്ങൾ പറഞ്ഞു അറച്ചിട്ട് വളരെ സത്യം പറഞ്ഞാണ്. കളി കാണാണ്ടിരിക്കാൻ പോകാനുള്ള ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷെ കളിയാണ്, അത് അവരായിട്ട് ഒരു ബന്ധുവില്ല. നമ്മൾ പോകാണ്ടിരുന്നതിനാ സത്യം പറഞ്ഞാൽ ആ ടീമിനാണ് തകർച്ച ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഈ അസോസിയേഷൻ കോണന്മാർക്കും ഒന്നും അറിയില്ല. ഇവിടെ വലിയ അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര ഹൈപ്പ് ഉണ്ടാവുന്ന ആ ടീമിന്റെ അവസ്ഥ എന്താ? അത്രയും ചിന്തിച്ചാൽ മതിയില്ല ആരെങ്കിലും.